പി ചിത്തരഞ്ജന് നിൽപ്പ് ശിക്ഷ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു നേതാവിനെ ശിക്ഷിച്ചു. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. ശിക്ഷിക്കപ്പെട്ടത് മുൻ MLA-യും CPM-ന്റെ നേതാവുമായ പി ചിത്തരഞ്ജനാണ്. 2025 ജനുവരി 17-ന് CITU അനുബന്ധ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിനെ തുടർന്ന് 100 കണക്കിന് പേരാണ് റോഡിൽ കിടന്നത്. വഴിയിൽ കാത്തുകെട്ടിക്കിടന്നത് 100 കണക്കിന് പേരാണ്. ഓഫീസിൽ പോകാൻ കഴിയാതെ വന്ന ആൾക്കാരുണ്ട്, സ്കൂൾ വിട്ടു വന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല ലക്ഷ്യങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരാണ് ഈ ചിത്തരഞ്ജന്റെയും കൂട്ടരുടെയും ഈ ഒരു പ്രകടനത്തിൽ പെട്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഗതാഗതം തടഞ്ഞു എന്നതിൻ്റെ പേരിലാണ് ആ കേസ്. ആ കേസ് ഇന്നലെ തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നു. ആ കേസിൽ വിധിയുണ്ടായി. ഈ വിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി എന്ന് പറയുന്നത്. അതായത് വലിയ നേതാവ് കളിച്ച് നടന്ന ഈ പി ചിത്തരഞ്ജനെ രാവിലെ മുതൽ കോടതി പിരിയുന്ന 5 മണി വരെ നിർത്തി എന്ന് മാത്രമല്ല 1600 രൂപ പിഴയും ഈടാക്കി. അങ്ങനെ നിന്ന് കാല് കഴിച്ച ചിത്തരഞ്ജന് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരു കണ്ടീഷനിലെത്തി. രാവിലെ ഒന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ കോടതി ഈ വിധി പറഞ്ഞ സമയം മുതൽ വൈകുന്നേരം 5 മണി വരെ ഒറ്റ നിപ്പാണ്, സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. ചിത്തരഞ്ജന് മാത്രമല്ല, കൂട്ടുപ്രതികളായിട്ട് 2 പേരും കൂടിയുണ്ട്. PM വാഹിദ, NK രാമചന്ദ്രൻ. ഈ 3 പേരും കൂടെയാണ് ഒരുമിച്ച് സ്റ്റഡിയായി നല്ല അറ്റൻഷനായി കോടതിയുടെ മുന്നിൽ വളരെ വിനയാന്യതയോടുകൂടി നിന്നത്. ഇത് നമ്മുടെ എല്ലാ നേതാക്കൾക്കും ബാധകമാക്കണം. കേരളത്തിലെ പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരു ദിവസം എത്രയോ പ്രകടനങ്ങളാണ് നടക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, വെറും നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി പോലും റോഡ് തടഞ്ഞുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് എത്രയോ മണിക്കൂറുകൾ നമ്മളെ റോഡിൽ കെട്ടിക്കിടത്തിക്കൊണ്ട് ഇവരിങ്ങനെ പ്രകടനം നടത്തുന്നു. ഇത് മാത്രമല്ല, ഉത്സവങ്ങൾ, അതേപോലെ പള്ളിപ്പെരുന്നാളുകൾ, അങ്ങനെ മതപരമായിട്ടുള്ള ഈ ചടങ്ങുകൾ, രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഇതെല്ലാം കൂടി ഈ റോഡിലേക്കാണ് ഇടിച്ചു കയറി വരുന്നത്. ഒന്നാമത് നമുക്കറിയാമല്ലോ, കേരളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. അവിടെ ഒരു ചെറിയ ഒരു പ്രകടനം പോലും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ 10 മണിക്ക് ഒരു പ്രകടനം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കൃത്യസമയത്ത് ഒരാൾക്ക് ഓഫീസിൽ പോകാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് സ്കൂളിൽ പോകാൻ കഴിയുന്നത്? ഇനി വൈകുന്നേരമാണെങ്കിൽ റോഡ് മുടക്കിയുള്ള എത്രയോ ധർണകളാണ്, റോഡ് ഗതാഗതം തടഞ്ഞുള്ള ഓർക്കാപ്പുറത്തുള്ള ധർണകൾ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങളാണ് റോഡിൽ കിടക്കുന്നത്. എത്രയോ പേരാണ് വീട്ടിൽ നമ്മുടെ സഹോദരിമാർ, അമ്മമാർ, അച്ഛന്മാർ, പ്രായമുള്ളവർ, അങ്ങനെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവരെയാണ് ഇവർ ഈ ബലം പ്രയോഗിച്ച് തടഞ്ഞു നിർത്തുന്നത്. അവർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തടഞ്ഞിടുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്നൊക്കെ ഇവർ വീരവാദം പറയുന്നെങ്കിലും യഥാർത്ഥത്തിന്റെ ഇരകൾ എന്ന് പറയുന്നത് നമ്മളാണ്. ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ ഉടൻ വരും ആനയും അമ്പാരിയുമായിട്ട് ഈ റോഡിലേക്കുള്ള തള്ളിക്കയറ്റും. അങ്ങനെ ഉത്സവ സീസണിൽ എത്ര പേരാണ് കൂടി കിടക്കുന്നത്? ആംബുലൻസിൽ കിടക്കുന്ന രോഗികൾ, വീട്ടിൽ എത്താൻ കഴിയാതെ വലയുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വഴി തടഞ്ഞുള്ള, നടപ്പാത കയ്യേറിയിട്ടുള്ള പ്രകടനങ്ങളും ആഘോഷങ്ങളും കൊണ്ട് നമുക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക്. അപ്പോഴാണ് ആശ്വാസകരമായിട്ടുള്ള ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഈ 3 പേരെ അവിടെ നിർത്തിയല്ലോ. ആ മജിസ്ട്രേറ്റിന് നമുക്ക് എല്ലാവിധ ബഹുമാനവും നൽകണം. കാരണം ഇത്തരത്തിൽ വഴിമുടക്കിയ രാഷ്ട്രീയക്കാരനായാലും, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ആയാലും, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ആയാലും, പള്ളിക്കാരനായാലും, പട്ടക്കാരനായാലും ഇതേപോലെ നിർത്തണം. ചിത്തരഞ്ജന് നിർത്തിയ പോലെ നിർത്തണം. 1600 രൂപയാണ് ചിത്തരഞ്ജന് ഈ നിൽപ്പിന് പുറമെ മേടിച്ചത്. അതേപോലെ ഇത്തരം നേതാക്കളെ അവിടെ നിരത്തി നിർത്തണം. നമ്മൾ കോടതിക്ക് മുന്നിലല്ല, നമ്മൾ ജനത്തിന് മുന്നിലാണ് ഇവന്മാരെ ഇങ്ങനെ നിരത്തി നിർത്തിയത്. നീ എന്തിനാണ് ഈ ആനയും കൊണ്ടിറങ്ങിയത്? നീ എന്തിനാണ് കുരിശും കൊണ്ട് ഇവിടെ ജനങ്ങളുടെ മണ്ടയ്ക്ക് കയറുന്നത്? അതേപോലെ നീ എന്തിനാണ് ഈ പറയുന്ന മഹല്ല് കമ്മിറ്റിയുടെ ഇത് മറ്റേ ആഘോഷം, കോലുകളി, മറ്റേ കളി എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത്? അത് മതത്തിൻ്റെ ആയാലും രാഷ്ട്രീയത്തിൻ്റെ ആയാലും റോഡ് എന്ന് പറയുന്നത് ഒരു പൗരന് സഞ്ചരിക്കാനുള്ള അവന്റെ അടിസ്ഥാന അവകാശമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ആദ്യത്തെ ഉറപ്പാണ് നടക്കാനുള്ള
നടക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ടാണ് ഇമാതിരിയുള്ള അഭ്യാസങ്ങൾ ഇവന്മാർ റോഡിൽ കാണിക്കുന്നത്. ചിത്തരഞ്ജനെ നിർത്തിയതുപോലെ ഇവിടുത്തെ മുഴുവൻ പേരെയും നിർത്തണം. ഈ അമ്പല കമ്മിറ്റിക്കാരെയും പള്ളി കമ്മിറ്റിക്കാരെയും മറ്റേ കമ്മിറ്റിക്കാരെയും മറിച്ച കമ്മിറ്റിക്കാരെയും എല്ലാം കൂടെ ഇങ്ങനെ നിരത്തി നിർത്തണം. നമ്മുടെ ജനങ്ങളുടെ യാത്രാതടസ്സം, നമ്മുടെ നിത്യജീവിതത്തെ മുടക്കിക്കൊണ്ടാണ്, നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെ തകർത്തുകൊണ്ടാണ് ഇവന്മാർ ഈ പറയുന്ന റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്നത്. ഒരു ദിവസം നിങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ വാദത്തിൽ വരൂ, തിരുവനന്തപുരത്ത് വന്നിട്ടില്ലാത്ത ഒരു ദിവസം വരൂ. എത്ര സമരങ്ങളാണ് നടക്കുന്നത്? ആ മുഖ്യമന്ത്രിയുടെ മുന്നിലല്ലേ നടപ്പാത ഉള്ളത്? ആ നടപ്പാത കയ്യേറി എത്ര സമരങ്ങളാണ്, എത്രയോ വർഷങ്ങളെ നടക്കുന്നതാണ്. മാറി മാറി മുന്നണികൾ വന്നാലും ആ നടപ്പാതയിലെ സമരങ്ങൾ ഒഴിക്കാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? എത്ര സമരങ്ങളാണ് ഒരു ദിവസം ആ ഇതുവരെയും ആ നടപ്പാത നമ്മൾ ജനങ്ങൾക്ക് തുറന്നു കിട്ടിയിട്ടില്ല. സെക്രട്ടേറിയറ്റ് തൊട്ടു മുന്നിൽ, മുഖ്യമന്ത്രിയുടെ തൊട്ടു മുന്നിലാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ കയ്യേറ്റങ്ങൾക്കെതിരെ നമ്മുടെ സഞ്ചരിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടന നമുക്ക് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഈ നേതാക്കളുടെ ഇത്തരം അഭ്യാസങ്ങളെ നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ചിത്തരഞ്ജനേക്കാളും വലിയ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. ആ സ്രാവുകളെയാണ് പിടിച്ച് ഇതുപോലെ നിർത്തേണ്ടത്. നമ്മളെ ഇതുപോലെ റോഡിൽ കിടത്തുന്ന ഇത്തരം ആൾക്കാരെ പിടിച്ച് നിർത്തുക എന്ന് മാത്രം. ഒരു ദിവസം നിർത്തിയാൽ പോലെ ഇവന്മാർ ഈ സമര ആഭാസങ്ങൾ എന്ന് നിർത്തുന്നോ, അല്ലെങ്കിൽ ഇവന്മാരെ എഴുതി മേടിക്കണം. ഞങ്ങൾ ഇനി മേലിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കില്ല എന്ന് എഴുതി മേടിച്ചുകൊണ്ട് ഇവന്മാരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല. ചിത്തരഞ്ജനെ പോലെ ഇനിയുമുണ്ട് എല്ലാ പാർട്ടികളിലെയും നേതാക്കന്മാർ. ചിത്തരഞ്ജൻ മാത്രമല്ല, ഇനിയുമുണ്ട് എല്ലാ BJP-യിലെയും കോൺഗ്രസിലെയും മറ്റ് തുക്കട പാർട്ടികളിലെയും എല്ലാ നേതാക്കന്മാർ ഇതുപോലെ നമ്മൾ തടഞ്ഞിരുന്നവരാണ്. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന മത അധ്യക്ഷന്മാരുടെ നേതൃത്വം നടത്തുന്ന ഈ പറഞ്ഞ ചെറിയ ഒരു ഉത്സവമായാലും പള്ളി പെരുന്നാളായാലും എല്ലാം കൂടെ എന്തിനാണ് ഈ റോഡിലേക്ക് തള്ളിക്കയറുന്നത്? എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നലെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള മറിയം ജോസ് നൽകിയിട്ടുള്ളത്. മറിയം ജോസാണ് ഈ 3 പേരെ അങ്ങനെ നിരത്തി അറ്റൻഷനായിട്ട് വൈകുന്നേരം 5 മണി വരെ ഇങ്ങനെ നിരത്തി നിർത്തി. ഇതുപോലെ മറ്റു നേതാക്കന്മാരെയും നിരത്തി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.